വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് അജ്രക്കിലുള്ള ഈ നമ്മളിത് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, റീസ്റ്റോക്ക് ചെയ്താണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് കാണിക്കുന്നത്. ഇതിപ്പോ നമ്മൾ 2-3 പാറ്റേൺസിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ഷർട്ട് കോളർ, വി കോളർ, പിന്നെ ഒരു കോട്ട് കോളർ, പിന്നെ അതിൽ ഒന്നും വേണ്ടാത്തവർക്ക് റൗണ്ട് നെക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് സെക്കൻഡ്. ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്നതാണ് ഷർട്ട് കോളർ പാറ്റേൺ വിത്ത് ഈ ഒരു ബോർഡർ. അപ്പൊ ഞാൻ ഇതിനകത്ത് സെയിം ടോൺ തന്നെ വരുന്ന മെറൂൺ ബോട്ടം വെയർ ചെയ്തിട്ടുണ്ട്. ബോട്ടം കൂടെ വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. ഇത് സെക്കൻഡ് വന്നിട്ട് ഇതേപോലെ വി കോളറേക്കാണ് വന്നിട്ടുണ്ട് കേട്ടോ, സെയിം തന്നെയാണ് വരുന്നത്. അടുത്തത് നമ്മൾ റൗണ്ട് നെക്ക് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനത്തെ ഒരു അജ്രക്കിന്റെ തന്നെ ഒരു ഓവൽ ഷേപ്പ് യോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ സെയിം തന്നെ മെറൂൺ വിത്ത് കോമ്പിനേഷൻ. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ ആണ്. ഞാൻ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഈ കളർ. പിന്നെ കോട്ട് കോളറാണ് ചെയ്തേക്കുന്നത്. ഓരോന്നും ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഇനി അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഒരു കോട്ട് കോളർ പാറ്റേണിലേക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിന്റെ നെക്ക് ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പം വി കോളർ പാറ്റേൺ ഇതേപോലെ ഉണ്ട്. നമ്മൾ സെയിം തന്നെ കോളറാ വെച്ചേക്കണം കേട്ടോ, അല്ലാതെ നമ്മള് കോൺട്രാസ്റ്റ് കളർ കൊടുത്തിട്ടില്ല. അപ്പം റൗണ്ട് നെക്ക് വിത്ത് ഈ ഒരു ഷേപ്പില് യോക്ക് അജ്രക്കിന്റെ പാറ്റേൺ കൊടുത്തേക്കുന്ന ഇതേപോലെ ഉണ്ടാവും. കോളർ വേണ്ട, കോളർ വി നെക്ക് സോറി. ഇതിന്റെ ബോർഡർ വന്നിട്ട് മെറൂൺ ആണ്. ഇത് ബ്ലാക്ക് വിത്ത് മെറൂൺ കോമ്പിനേഷൻ ആണ്. ഞാൻ ഇട്ടേക്കുന്നത് മെറൂൺ വിത്ത് ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതിപ്പോ ഡിഫറൻസ് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ, കാരണം എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ ഇതാ ബ്ലാക്കും മെറൂൺ കോമ്പിനേഷനും മെറൂണും ബ്ലാക്ക് കോമ്പിനേഷൻ. അപ്പം ഈ ഒരു ബ്ലാക്ക് വിത്ത് മെറൂൺ കോമ്പിനേഷൻ ഇതേപോലെ ഉണ്ടാവും. വി നെക്കാണ്. നേരത്തെ വേറെ ഇതിന്റെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന്റെ പ്രിന്റ് ഇതാണ് കേട്ടോ. ഇതുപോലെ കരിഞ്ഞ മെറൂണിലോട്ട് ബ്ലാക്കിന്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ കണ്ടോ, ഇതുപോലെ. ഇതാണ് എന്റെ ബോർഡർ വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്ത് റിപ്പീറ്റ് പല കളേഴ്സും ചെയ്താണ്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് ഈ അജ്രക്കില്. ഇതുപോലെ ബോർഡർ താഴെ വരുന്ന ഒരു പാറ്റേൺ. ഇതിന്റെ 2-3 കളേഴ്സ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഉണ്ടായിരുന്നു, മെറൂൺ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ബ്ലാക്കും മെറൂണൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്തിട്ടില്ല. അതിന്റെ റിപ്പീറ്റ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, കാരണം വേറെ ചെയ്യണ്ടല്ലോ. അത് തന്നെ ആ പാറ്റേൺസ് ഷർട്ട് കോളർ തന്നെ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ നമ്മൾ ഷർട്ട് കോളർ ചെയ്തപ്പോൾ ഇതുപോലെ ഉണ്ട്. അതിനകത്തോട്ട് സ്ലീവിന്റെ എൻഡിലോട്ട് ഈ ബോർഡർ ഉണ്ട്. പ്യുവർ അജ്രക്കാണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നതാണ്. ഇതുപോലെയാണ് അതിന്റെ ബോർഡർ വരുന്നത്. ഇതാണ് കാണിച്ചില്ലേ, ഇതുപോലെയാണ് അതിന്റെ കണ്ടോ. ഈ ഒരു പ്രിന്റ് ഇതേപോലെ വരുന്നത് കണ്ടോ. എൻഡിലോട്ട് ഈ ഒരു ബോർഡർ ഉണ്ട്. ബോർഡറിൽ ചിലപ്പോൾ വേറെ വ്യത്യാസം ഉണ്ടാവട്ടെ കളേഴ്സ് വരുമ്പോൾ. സ്ലീവിന്റെ എൻഡിലോട്ടും ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയുണ്ട്, സെയിം അത് തന്നെ. നമ്മൾ ഇതിന്റെ പീസ് നമ്മൾ ചെയ്തേക്കുന്നതേ ഉള്ളൂ ഈ ഒരു ഷർട്ട് കോളർ പാറ്റേണിലോട്ട്. അപ്പൊ നിങ്ങൾ വേറെ നെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞേ. വേറൊരു പാറ്റേണും കൂടെ കാണിച്ചു തരാം. ഇതും കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഈ ഒരു ബ്ലൂ അജ്രക്കിലോട്ട് ഈ ഒരു ബ്ലൂ വന്നേക്കുന്നത് കണ്ടോ. ഈ ഒരു പ്രിന്റ് ആണ് ഇതിനകത്തോട്ട് വന്നേക്കുന്നത്. ഇതിന്റെ എൻഡിലോട്ട് നമ്മൾ ഒരു ഇതിന്റെ മെറൂൺ വരുന്നത് കൊണ്ട് തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും ബോർഡർ കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ലൈനിങ്ങിലോട്ട് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ സെയിം വേണമെങ്കിൽ മതി, വിത്ത് ലൈനിങ് കൂടെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ഇത് കൂടെ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു കളർ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു റെയർ ഷെയ്ഡാണ്. എപ്പോഴും അജ്രക്കില് ഞാൻ ഇപ്പം പറയണ പോലെ തന്നെ മെറൂണും ബ്ലാക്കും ഒക്കെ കിട്ടാറുള്ളൂ. അപ്പൊ ഇതുപോലത്തെ ഷെയ്ഡ്സ് ഭയങ്കര റെയർ ആണ്. കഴിഞ്ഞ വർഷം യെല്ലോ കിട്ടിയായിരുന്നു, അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, അപ്പൊ ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ ബോർഡർ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം നിങ്ങൾക്ക്, അത് പറഞ്ഞാൽ മതി. സെയിം ഇതേപോലെ തന്നെ ഫുൾ ഇതേപോലെ തന്നെ വേണമെങ്കിൽ. നമ്മൾ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോർഡർ കൊടുത്തേക്കുന്നത്. വിത്ത് ലൈനിങ് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്താൽ മതി. എപ്പോഴും ഈ ഒരു ഡൾ ലുക്കാണ് കേട്ടോ. അജ്രക്ക് കളർ ബ്ലീഡ് ഉണ്ടാവില്ല, എന്നാൽ വാഷ് ചെയ്യുമ്പോൾ പ്രശ്നമോ ചുരുങ്ങണോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ലുക്ക് ഒരു ഡൾ ലുക്കായിരിക്കും. പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് ആണ് അജ്രക്കിന്റെ തന്നെ. അറിയാവുന്നവർക്ക് അറിയാം.